എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു പുതിയ മെഷീൻ, പുതിയതല്ല, ഇത് നിലവിലുള്ള മെഷീനാണ്, ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. നമുക്കറിയാം, ഈ തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കളയ്ക്കാനും ചിരണ്ടാനും ഒക്കെ പണിക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ളപ്പോൾ കുറച്ചുകൂടി ലാഭകരമായ രീതിയിൽ നമുക്കൊരു ശ്രമിക്കുകയാണെങ്കിൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു സ്റ്റില്ലിൻ്റെ മെഷീനാണ്. ഇത് റോട്ടറേറ്റർ ഉള്ളതാണ്, ചെറിയ റോട്ടറാണ്. പറമ്പിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ, ഈ വീതിയുള്ള സ്ഥലത്തേക്കൊക്കെ നമുക്ക് ഈ വാഴയുടെ ഉള്ളിൽ ഒക്കെ കളയ്ക്കാൻ കഴിയും. പിന്നെ ഇതിനൊരു ബെഡ് കട്ട് ചെയ്യുന്നൊരു സാധനം അതിനകത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പച്ചക്കറിയുടെ ബെഡൊക്കെ ഫിറ്റ് ചെയ്യാൻ കഴിയും. ഇത് സബ്സിഡി നിരക്കിൽ ഇത് സർക്കാരിൻ്റെ ഇതിൽ നിന്ന് കൃഷി ഇതിനായിട്ട് ബന്ധപ്പെട്ടാൽ കിട്ടുന്നതാണ്. ചെറിയ പ്രവർത്തനമുള്ളൂ. ടില്ലറൊക്കെ ഓടിച്ച് പരിചയമുള്ളവരെ സംബന്ധിച്ച് ഇത് നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാവുന്നത്. ടില്ലറിൻ്റെ അതേ മെത്തേഡ് തന്നെയാണ് ഇതൊക്കെ. ഇതിൻ്റെ ഓൺ ഓഫ് ആണ്, ആക്സിലേറ്റർ, ക്ലച്ച്, കാര്യങ്ങൾ, ലിവർ. സ്പീക്കറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പെട്രോളിലാണ് വർക്ക് ചെയ്യുക. നിസ്സാര സംഭവമേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാലൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് ഈ ചെറിയ ചെറിയ വാഴത്തോട്ടത്തിൻ്റെ ഇടയിലൊക്കെ കളയ്ക്കാനൊക്കെ ഈ ആളെ കിട്ടാത്ത സാഹചര്യത്തിലൊക്കെ ഇത് വെച്ച് ഇങ്ങനെ പൊടിക്കാൻ നല്ല സുഖമാണ്. നമ്മുടെ ഹൈറ്റ് പിന്നെ അത് താഴ്ച വേണമെങ്കിൽ ഇതിവിടെ ക്രമീകരിക്കാൻ കഴിയും. ഇതിങ്ങനെ താഴ്ത്തി കൊടുത്താൽ മതി, ഈ സംഭവം താഴ്ത്തി കൊടുത്താൽ മതി. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് ഇതിങ്ങനെ ഊരിയിട്ട് ഇങ്ങനെ മാറ്റിയിട്ട് ലോക്കലേക്ക് കയറ്റിയിട്ട് കഴിഞ്ഞാൽ താഴ്ച കൂടണേ അനുസരിച്ച്, താഴ്ച കുറയ്ക്കണേ അങ്ങോട്ട് താഴ്ത്ത് താഴ്ത്താം. ചെറിയത് വേണമെങ്കിൽ അങ്ങനെ, വലുത് വേണമെങ്കിൽ അങ്ങനെ. ഒരുമാതിരിപ്പെട്ട ആടിലൊക്കെ സാധനം പോവും. ചെറിയൊരു തണുപ്പുണ്ടെങ്കിൽ നല്ലതാണ്. ഹാർഡാകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇതിൻ്റെ ബ്ലേഡിനൊക്കെ കുറേ തേയ്മാനം കൂടും. ഇപ്പോൾ പാകത്തിനുള്ള ചെറിയൊരു നനവുണ്ട്, ഇതിന് തണുപ്പ് നനവ് കൊടുത്തുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നൊക്കെ നമുക്കിപ്പോൾ വേണമെങ്കിൽ നോക്കി കാണാം. ഓക്കെ, ഇതിൻ്റെ പ്രവർത്തനമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അത് സാധാരണ ഒരു ടില്ലറിൻ്റെ അതേ പ്രവർത്തനം തന്നെയാണ് ഇത് കാഴ്ചവെക്കുന്നത്. കുറേ കുന്നും പ്രദേശത്തിലൊക്കെ അടിക്കാൻ കഴിയും. പുല്ലൊക്കെ ആണെങ്കിലും വിറവാണെങ്കിലൊക്കെ അടിച്ചു പോയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി വൃത്തിയുള്ള സ്ഥലമാണെങ്കിൽ അതിനൊക്കെ സ്പീഡിൽ നമുക്ക് വിടാം. അത്രയും സ്പീഡിൽ കൊണ്ട് പോകാൻ പറ്റില്ല. നല്ല മൈലേജും കിട്ടുന്നുണ്ട്. ഇതുണ്ടല്ലേ, അതേപോലെ മണ്ണ് ഇളകിയിട്ടുണ്ട്. കാണുമ്പോൾ ഈ കരിയിലുള്ളതുകൊണ്ട് നമുക്ക് ഇളകിയില്ല എന്ന് തോന്നുമെങ്കിലും മണ്ണ് നല്ലോണം ഇളകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാല് പൂട്ടി കഴിഞ്ഞതാണ്. അതേ കാലിൽ ഒന്നുകൂടി പൂട്ടണമെങ്കിൽ ഈ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നുകൂടി അടിച്ചാൽ കുറച്ചുകൂടി പവറിൽ പോകും, താഴ്ച കുറച്ചുകൂടി കൂടുകയും ചെയ്യും. ഇതിൻ്റെ ഗിയർ സിസ്റ്റമാണ്. അത് ഫസ്റ്റിലിട്ട് ആദ്യം പൂട്ടുന്നു, പിന്നെ നമ്മളിപ്പോൾ സെക്കൻഡിലേക്ക് ഇട്ട് പിടിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി താഴും. ഇതൊക്കെ തന്നെ നമ്മുടെ പറമ്പിലേക്കുള്ള കാഴ്ച ആയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ചെയ്യുകയാണ്. പറമ്പിലങ്ങനെ സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് താഴ്ത്തേണ്ട ആവശ്യമില്ല, വേരുകളൊക്കെ മുറിഞ്ഞു പോകും. കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുണ്ടോ, മണ്ണ് നല്ലതുപോലെ ഇളകിയിട്ടുണ്ട്. കണ്ടോ, അരയടി മേലത്താണ് മുറിഞ്ഞിട്ടുണ്ട് മണ്ണ്. അപ്പം അങ്ങനെ കരിയിലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് തോന്നും മുറിഞ്ഞിട്ടില്ലാന്ന്. നല്ലോണം താഴ്ന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ. നമ്മൾ പറമ്പൊക്കെ ഒന്ന് കളച്ചതിന് ശേഷം അതിൻ്റെ ഈ ഇതൊക്കെ അഴിച്ചു വെച്ചിരിക്കുക. ഇത് നമ്മൾ അഴിച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ വീല് കൊടുക്കുക, ഫ്രീ ആക്കുക, വണ്ടി സൂക്ഷിച്ചെടുത്ത് വയ്ക്കുക. ഇത് നമുക്ക് ഈ തെങ്ങിൻ്റെ തടമൊക്കെ തുറക്കാനൊക്കെ സൗകര്യമാണ്. അതായത് തടം ഇങ്ങനെ നിർത്തി കറക്കണമെങ്കിൽ നമ്മളിവിടെ ഒരു ലോക്ക് ഉണ്ട്. ഈ ലോക്ക് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ കൊണ്ടുപോയി നിർത്തണോ അത്രയും കണക്കിന് അത് അവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് നിർത്താൻ കഴിയും. അപ്പോൾ അത് ലോക്കായി കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ നിൽക്കും. അത് ലോക്കിലാണല്ലോ. അപ്പോൾ ആ ലോക്കിന് കണക്കാക്കി ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് ഇങ്ങോട്ടും നമുക്ക് അതേപോലെ തന്നെ ചെയ്യാം. ഇവിടെ ഈ ഇതിങ്ങനെ ഞെക്കി പിടിക്കുക, ക്ലച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ലോക്കായി. ഇപ്പോൾ ആ കണ്ടീഷനിൽ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് അതിൻ്റെ ആക്സിലേറ്റർ. ഇത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതിപ്പോൾ ന്യൂട്രലാണ് ഉള്ളത്. ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, 2 ഗിയറാണ് ഉള്ളത്. ഇവിടെയാണ് റിവേഴ്സ് ഗിയർ ഉള്ളത്. ഇതാണ് സ്റ്റാർട്ടിങ്ങിൻ്റെ ഇതുള്ളത്, ഓണ് ഓഫ്. കാര്യമായിട്ട് ഇപ്പോൾ 2 ലിറ്റർ പെട്രോൾ കൊണ്ട് നമ്മളൊരു 5-6 മണിക്കൂറൊക്കെ അടിച്ചിട്ടുണ്ട്. കൃത്യമായ ഒരു മൈലേജ് നോക്കിയിട്ടില്ല, എങ്കിലും തിരക്കേടില്ല. അപ്പോൾ സ്വന്തമായിട്ടൊക്കെ ഇങ്ങനെ ഇടയ്ക്കുന്ന സമയം കിട്ടുമ്പോൾ നമ്മുടെ പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കാനും ഒക്കെ ഉപയോഗിക്കാം. ഇത് വാടകയ്ക്കും കിട്ടും. നമ്മുടെ ഇത് വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് വാടകയ്ക്കും കിട്ടുന്നുണ്ട്. ഒരു ദിവസത്തേക്ക് ഇപ്പോൾ അത് 700 രൂപ. ഇത് നമ്മൾ വാടകയ്ക്ക് എടുത്തതാണ്. ഒരു ദിവസത്തേക്ക് 800 രൂപ വാടകയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യാം. ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.